അസ്സലാമു അലൈക്കും. സമത് വൈശ്യാണ്. കുട്ടികളങ്ങൾ ഇത് നിങ്ങൾ വിചാരിച്ച മാരൊന്നല്ല. ഇത് സത്യത്തിൽ ഈ പറയപ്പെടുന്ന നിങ്ങൾ ഈ പിന്നെ പരാമർശിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ കന്യാകുമാരിക്ക് ടിക്കറ്റ് എടുത്താണ്. പൗതിക്ക് വെച്ചിട്ട് 3 ആൾ മടങ്ങിപ്പോയി. പേര് ഞാൻ പറയില്ല. അതിൽ നിങ്ങൾ ഈ പറയപ്പെട്ട ഒരാളുണ്ട്. 3 ആൾ മടങ്ങി സമസ്തന്റെ ടിക്കറ്റിന്റെ കായ് നഷ്ടപ്പെടുത്തി. അതിപ്പോ ഒരു ഹോബിയാണല്ലോ ഓൽക്ക്. വലിയ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്തെടുത്ത് വന്നില്ലാന്ന് അറിഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ. ഇതൊക്കെ എന്നിട്ട് ജുമാ മുബാറക്ക് അസർക്കിടും ചെയ്തു. ഇതേപോലെ ഇത് കന്യാകുമാരിന്ന് ഇങ്ങോട്ട് അവിടെ ഇങ്ങോട്ട് അന്തം വിട്ടുപരി ചില ആൾക്കാർ. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് മറ്റേ ഇവിടെ തിരുവനന്തപുരത്ത് അതിലേറെ മാമ്പം വിജയം. ആ മുഖ്യമന്ത്രി പങ്കെടുക്കൂല, അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് മാമ്പം ജഗ പുകയായി. അതുപോലെ തന്നെ അതിനോട് കിടപിടിക്കുന്ന രൂപമാണ് എവിടെ വന്നത്, പിന്നെ കൊല്ലത്ത് വന്നത്. ആകെ പത്തനംതിട്ട ജില്ലയിൽ ഒരു മദ്രസ സംസ്ഥക്കുള്ളത്. പക്ഷെ അവിടെ സത്യത്തിൽ ആദ്യം പോയിന്റ് ഉണ്ടായിരുന്നില്ല, സ്വീകരണ പോയിന്റ്. പക്ഷെ അവിടുത്തെ നാട്ടുകാർ നിർബന്ധിച്ച് അവർ സമസ്തയിൽ ചേളാരി വന്ന് ഞങ്ങൾ ഒഴിവാക്കി, നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇല്ലാത്ത പോയിന്റ് ഉണ്ടാക്കിച്ചിരിക്കുന്ന ആൾക്കാർ അറിയങ്ങള്. അങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ ആളുകൾ അത്ഭുതത്തോടെ അങ്ങനെ കണ്ണും തുറപ്പിച്ചു നോക്കി. സയ്യിദുൽ ഉലമനെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, അവിടുത്തെ സ്റ്റേറ്റ് കൗൺസിലർ ഓലൊക്കെ സ്വീകരിക്കണം ഇങ്ങനെ കണ്ടിട്ട്. ഇതൊക്കെ പാടങ്ങനെ കണ്ട് ഇന്നലെ രാത്രി ഒരു 1.5 പരിപാടിയായിരുന്നു ആലപ്പുഴക്കാര്. സയ്യിദുൽ ഉലമ എന്നെ സ്വീകരിച്ച് കൊണ്ടുപോയപ്പോ 90-ാം വാർഷികം ഇങ്ങനെ ഓർമ്മ വന്ന്. ഇതും കൂടി ആണ്ട് ലൈവിലാണ് കണ്ടപ്പോ ചില ആൾക്കാർക്ക് മനസ്സിലായി, ഇനി ഞാൻ മാറി നിന്നാൽ എന്തു ചെയ്യും, ഞാൻ മാറി നിന്നാ ഞാനാണ് പോകുന്നല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കൂല. മലവെള്ളം മുറം കൊണ്ട് തടുക്കാൻ പറ്റും ചങ്ങായിമാരെ. ഈ കൂട്ടർക്ക് ഇത്രയും പക്വത, ഇത് ബുദ്ധി വിവരം ഇല്ലാതായോ? ഇത് കണ്ടപ്പോ ഓല് ഗോഡ് ഫാദറിനെ വിളിച്ചു. ഗോഡ് ഫാദറിനോട് പറഞ്ഞു ഞങ്ങൾക്കും കൂടണം, എന്തെങ്കിലും ഒരു വജ്ജ് ഉണ്ടാക്കി തരി. ഗോഡ് ഫാദർ ആണെങ്കിലോ ഇത് കേൾക്കാൻ കാത്തിക്കാണ്. മൂപ്പര് കൊല്ലത്തുനിന്ന് തന്നെ പോയി ഗോഡ് ഫാദർ. പിന്നെ തുടങ്ങി പരിപാടി. പിന്നെ കോണോത്തിൽ ഏപ്പവും കുടുങ്ങിയ മാതിരി ഒരു നിലക്കും സമ്മതിക്കുന്നില്ല സയ്യിദുൽ ഉലമയും മറ്റോരും അങ്ങോട്ട് ഇങ്ങോട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറയട്ടെ, കന്യാകുമാരി പരിപാടി കഴിഞ്ഞതിന് ശേഷം ചാണക്യൻ ജിഫ്രി തങ്ങളെ വിളിച്ചിട്ടില്ല, ഞങ്ങളടുത്ത് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടില്ല, ഞങ്ങളടുത്ത് അബദ്ധം വന്നു എന്ന് പറഞ്ഞിട്ടില്ല, വേദന കൊണ്ടാണ് എന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഞങ്ങൾ അറിയാതെ സംഭവിച്ച ടിക്കറ്റ് ഞങ്ങളത് വേണ്ടില്ല, പോയത് ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ ഇനിയും വരാ, എവിടുന്നെങ്കിലും ഞങ്ങളൊന്ന് കൂട്ടണം എന്നാരും പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് ആരും പിന്നെ രണ്ട് ദിവസം അത്യാവശ്യം ഉണ്ട് കാരണം ആരും ഇവിടുന്ന് പോയിട്ടില്ല, ചർച്ചയൊന്നും നടന്നിട്ടില്ല, സയ്യിദുൽ ഉലമക്ക് പ്രപ്പോസൽ വെച്ചു കൊടുത്തിട്ടില്ല, സയ്യിദുൽ ഉലമ പിന്നെ ആശങ്കപ്പെടുത്തിയിട്ടില്ല, നേതാക്കളെ മുഴുവൻ വിളിച്ചിട്ടില്ല. സംഗതി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മനസ്സിലായപ്പോ നിങ്ങൾക്ക്? എന്നിട്ട് ഇങ്ങനെ ഞെട്ടിച്ചാലും നടക്കേണ്ടത് അത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ, പറഞ്ഞില്ലേ, കന്നാനിങ്ങളെ ഇത് കപ്പൽ പുറപ്പെടുകയാണ്, മാണങ്ങി കയറിക്കോളി പറഞ്ഞില്ലേ. നിങ്ങൾ കരുതി അപ്പൊ ഇത് അത് ഉമർ ഫൈസി പറഞ്ഞതല്ലേ? അയാള് പടച്ചോനെ പേടിച്ച ആളാണ്. പണ്ട് ശംസുലമ്മ പറഞ്ഞു ഓനെ പേടിച്ചോടോ, ഉമർ ഫൈസിനെ പറ്റിയല്ല കേട്ടോ, ശംസുലൊരു വാക്കുണ്ട്, ഓനെ പേടിക്കണോ, പടച്ചോനെ പേടിക്കണോനാണ്. എന്ന മാതിരി ഉമർ ഫൈസിനെ പേടിക്കണോ, ഓൻ പടച്ചോനെ പേടിക്കണാണ്. നമുക്കിവിടെ മൂപ്പര് പടച്ചോനെ പേടിക്കണ മനുഷ്യനാണ്. ആ വാക്ക് അതേപോലെ എടുത്ത് വെച്ചോളി. മൂപ്പര് അന്ന് പറഞ്ഞു ഇപ്പൊ കേറിക്കോളി. ഇപ്പൊ എന്തുണ്ടായി? കേറി ഞങ്ങൾ പറയണില്ല, കയറ്റീന്ന് ഞങ്ങൾ പറയണില്ല, നിങ്ങൾക്ക് കേറേണ്ടി വന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നെ കൂട്ടിലിട്ട മെരുവിന്റെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വിലങ്ങും ഉറക്കല്ല നടന്നില്ലേ, എങ്ങനെങ്കിലും ഒന്ന് കയറ്റി തരി നടന്നുകാണ്ട്. ഇത് സമസ്തയാണ് മക്കളെ. സയ്യിദുൽ ഉലമയാണ് ഇതിന്റെ നേതാവ്. മാണെങ്കിൽ വന്ന് കൂടിക്കോളി. പുതിയാപ്പള തക്കാരൊന്നുമല്ല. നിങ്ങൾ ആനയിച്ച് തേട്ടക്കാരെ വിട്ടിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാനൊന്നും നടക്കൂല. മനസ്സിലായില്ലേ? മാണെങ്കിൽ വന്നോളി, കൂടിക്കോളി. പക്ഷെ വരുമ്പോഴും കൂടുമ്പോഴും നിങ്ങൾ ആ കുൻറ്റും അസൂയും കിബിറും ആ വലുപ്പത്തരവും വല്യട്ടിയൊക്കെ ആ നിങ്ങൾ പോരുമ്പോ ആ ഭാരതപ്പുഴക്കാണ് വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ പോന്നാ മതി. ഇവിടെ പ്രവർത്തകർക്ക് നിൽക്കാൻ തലമില്ലാത്തോടത്താണ് നിങ്ങൾക്ക് ഇരിക്കാൻ തലം തരുന്നത്. തന്നാൽ വന്നാൽ
അപ്പൊ അതിന്റെ മാന്യത കാട്ടണം. ഇല്ലെങ്കിൽ സമസ്തയാണ്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട്, ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുന്നു. അത് ഇന്നക്കും എന്നക്കുമുള്ള വാക്കാണ്. സമസ്തയോടൊപ്പം അടിയുറച്ച് നിൽക്കാൻ നമുക്ക് അല്ലാഹു ഭാഗ്യം തരട്ടെ. എല്ലാവർക്കും യു ടേൺ മുബാറക്. അസ്സലാമു അലൈക്കും.